ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ മയക്കുമരുന്ന് വന്ദനയുടെ മുറിയിൽ കൊണ്ടുവച്ച പോലീസുകാരനെയും കിട്ടിയിട്ടുണ്ട്. അയ്യോ, അവൻ പാവം. അവനങ്ങ് മാപ്പ് സാക്ഷിയാക്കും. എന്നെ ഉറപ്പായിട്ടും കൊടുക്കും. മഹാനത്തെ കൊട്ടാരം പടിയാതെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ലാന്ന് നിന്റെ അമ്മായച്ചന്റെ പിടിവാശി. ഈ അഭിമാനവും പിടിവാശിയൊക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാലേ ചോറിറങ്ങൂ. അതിനെ കുറിച്ച് നിനക്ക് എന്താടി പറയാനുള്ളത്? മാനത്തെ കൊട്ടാരം വെക്കാനുള്ള പണവും സാഹചര്യമൊക്കെ ഒത്തു വന്നതല്ലേ. മക്കള് പിഴിഞ്ഞൂറ്റി ചാറെടുത്തപ്പോഴല്ലേ അത് നടക്കാതെ പോയത്. അങ്ങനെയുള്ള മക്കള് കോവിലകം വക സ്വത്ത് അനുഭവിക്കേണ്ടെന്ന് തീരുമാനിച്ചതിൽ ഒരു തെറ്റുമില്ല. അവനവൻ അർഹിക്കുന്നതേ കിട്ടാവൂ. തെറ്റാണോ ശരിയാണോന്നൊക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ. വർഷാപ്പ് നിൽക്കുന്ന ഭൂമിയെ പുഷ്പം പോലെ എഴുതി തരേണ്ടി വരും ആ തന്തപ്പിടിക്ക്. വസ്തു ചോദിച്ച് അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ. താൻ നോക്കിയേ, പൂക്കല പോലെ വിറയ്ക്കാൻ തുടങ്ങി. വസ്തു എഴുതി തരാമെന്ന് സമ്മതിച്ചിട്ടേ ഞങ്ങള് പിന്മാറിയുള്ളൂ. ആ വിശേഷമൊക്കെ അറിഞ്ഞു. അറിഞ്ഞോ? എന്താടി പറഞ്ഞേ? വസ്തു ചോദിച്ചു ചെന്ന മക്കളുടെ മുമ്പില് മാധവൻ നായരെ കമ്പിപ്പാര എടുത്തെന്നോ, തലമണ്ട പിളർക്കുവെന്നോ, ഗർജിച്ചെന്നോ, മക്കൾ ഓടിപ്പോയ വഴിയിൽ ഇനി പുല്ല് പോലും കിളിർക്കില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇനി വസ്തു ചോദിച്ച് അങ്ങോട്ടേക്ക് ചെന്നേക്കരുതേ. നട്ടും ബോൾട്ടും ഒക്കെ ഊരിപ്പോകും. മുറുക്കുന്നതിന് വലിയ റേറ്റ് ആണെന്നാ കേട്ടത്. ഏത് പട്ടികളാണ് ഇവൾക്ക് ഓതി കൊടുക്കുന്നത്? ഛേ, ആകെ നാണക്കേടായി. ഇല്ല, ഇനി പിന്മാറുന്ന പ്രശ്നമില്ല. ആ വസ്തു എഴുതി വാങ്ങിയിരിക്കും. മോള് ജയിലിൽ കഴിയുമ്പോ വിശപ്പും ദാഹവും ഒന്നും തോന്നുന്നില്ല, ഒന്നും ഇറങ്ങുന്നുമില്ല. നമ്മുടെ കുഞ്ഞ് എന്തെങ്കിലും കഴിച്ചു കാണുമോ ചന്ദ്രു? വിശപ്പും ദാഹവും മാത്രമല്ല, അവൾക്ക് ഉറക്കവും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മനസ്സിന്റെ താളം തെറ്റിയവരാരെങ്കിലുമാണ് സെല്ലിൽ കൂടെ ഉള്ളതെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കാൻ പോലും എന്റെ കുഞ്ഞിന് കഴിഞ്ഞെന്ന് വരില്ല. എന്റെ കുഞ്ഞിന്റെ ജാതകദോഷം ഇനിയും കഴിഞ്ഞല്ലേ ദേവി? എന്ത് ജന്മം ഇത്? ആരോ അവളെ ചതിച്ചതാ. സത്യം എന്നായാലും പുറത്തു വരാതിരിക്കില്ല. വക്കീൽ എന്താ പറയുന്നു നോക്കട്ടെ. എന്റെ കുഞ്ഞിനെ നമ്മുടെ കൂടെ കൊണ്ടു നിർത്തണം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. ചന്ദ്രു, ആ കഞ്ഞി കുടിക്കേ. കുടിക്കേ. കിട്ടിയോ? ഒന്നുകൂടെ വിളിക്കേ. ഇതാര് വിക്രമനോ? അതെ, ഒരു വീടിന്റെ മുന്നിലേക്ക് കാർ ഓടിച്ചു കയറ്റുമ്പോ ആ വീടിന്റെ മുന്നിൽ ആരൊക്കെ നിൽക്കുന്നെങ്കിലും നോക്കണം. മുന്നിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാ നീ എന്ത് ചെയ്യും? എങ്കിലേ ആ അപകടം സംഭവിക്കുന്നതിന് ഞാൻ അങ്ങ് ഹോസ്പിറ്റലാക്കും. അല്ലെങ്കിൽ രണ്ടുപേരങ്ങ് തട്ടിപ്പോട്ടെന്ന് വിചാരിക്കും. അതാണ് വിക്രം. കുറുപ്പ് സാറേ, വന്ദനയുടെ ജാമ്യത്തിന് വേണ്ടി ജഗൻ അവിടെ കിടന്ന് പെടാപ്പാട് പെടുക.
അതിന് തടസ്സമായി നിൽക്കുന്നത് സാറും. ആ അതെ. ഇത്രയും പേരും പെരുമയൊക്കെയുള്ള കുറുപ്പ് സാറിന് ഇത് ചേർന്ന കാര്യമാണോ? ഹ്, പോടെ. ഛേ, നാണക്കേട്. പാതിരാത്രി വീട്ടിൽ കയറി വന്ന് കാണാ ഓണാ പറഞ്ഞോണ്ടിരിക്കത്തെ ഇനി വന്ദനെ ഉപദ്രവിക്കോ വന്ദനയുടെ ജാമ്യത്തിന് തടസ്സമായി നിൽക്കുകയോ ചെയ്താ നമ്മൾ തമ്മിൽ പിണങ്ങും. എടാ ചെറുക്ക, ഇത്തരം കുറെ ഭീഷണിക്കളികൾ കളിച്ചിട്ടാ എന്റെ അനിയൻ കുറുപ്പേ ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഊച്ചാളി ഭീഷണിപ്പെടുത്തലൊന്നും ഇങ്ങോട്ട് വേണ്ട. അയ്യോ ആന്റി, ഇത് നിങ്ങൾ കളിക്കുന്ന കുട്ടിയും കോലും കളിയൊന്നുമല്ല. ഇതേ വേറെ ലെവല. ദേ ഇത് വെച്ചുള്ള കളിയാ. ഇതെന്ത് പെൺഡ്രൈവ് ഒക്കെ ആയിട്ട്? അതെ, പെൻഡ്രൈവ്. ആ പിടിച്ചോ. വന്ദനയുടെ മുറിയില് മയക്കുമരുന്ന് കൊണ്ടുവച്ചത് ആരാണെന്നും അത് കൊടുത്തുവിട്ടത് ആരാണെന്നും ഈ പെൻഡ്രൈവിലുണ്ട്. ഓ മയക്കുമരുന്ന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ആന്റി കാർ നിർത്തിയതേ അടുത്ത വീട്ടിലെ CCTV ക്യാമറയുടെ മുന്നിലാ. ആ അതിന്റെ കോപ്പിയാണിത്. അത് ആന്റിയുടെ മുഖം നല്ല വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അയ്യോ, നല്ല ക്യാമറ ആയിരുന്നു, HD ക്വാളിറ്റി. ആ മയക്കുമരുന്ന് വന്ദനയുടെ മുറിയിൽ കൊണ്ടുവച്ച പോലീസുകാരനെയും കിട്ടിയിട്ടുണ്ട്. അയ്യോ അവൻ പാവം, അവനങ്ങ് മാപ്പ് സാക്ഷിയാക്കും. ആന്റി ഉറപ്പായിട്ട് കൊടുക്കും. നല്ല ബെസ്റ്റ് ടൈം ആന്റിയുടെ. അകത്താവും ഉറപ്പാ. അയ്യോ ചേച്ചി, ആന്റി രാത്രിയായിട്ടും വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ഈ ഇലക്ഷൻ എടുത്ത സമയത്ത് വേണ്ടാത്ത പൊല്ലാപ്പിനൊക്കെ പോണോ എന്റെ കുറുപ്പ് സാറേ? ഇനി കുറുപ്പ് സാറ് ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടരുത്. അല്ല ഇത് കയ്യിലിരിക്കട്ടെ. അയ്യോ ആ പെൻഡ്രൈവ് കൈ തന്നെ ഇരുന്നോട്ടെ. ആ ഓക്കെ, താങ്ക് യു. എന്റെ കയ്യിലേ അതിന്റെ ഒറിജിനലുണ്ട്. ഇനി ഇത് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കോ ചാനലുകളിലേക്കോ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാ. ഇതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പേട്ട് കിളവികൾ പറയുന്ന കേൾക്കാതെ ആണുങ്ങളുടെ ബുദ്ധിയിൽ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യ കുറുപ്പ് സാറേ. അല്ല അത് എന്നാ പിന്നെ ഞാനങ്ങോട്ട് രാത്രിയിൽ യാത്രയില്ല. ഉങ്ങളോട് വിട സൊന്നത് ഉങ്ങളുടെ നൻപൻ വിക്രം. അല്ല തമിഴ് എന്നൊക്കെ ഗുഡ് നൈറ്റ്. മാനത്തെ കൊട്ടാരം